പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പോകുന്നത് പ്രകൃതീയ രമണീയത കൊണ്ടും സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനും ഇന്ത്യയിലെ സുന്ദരമായ 10 ഗ്രാമങ്ങളിലൊന്നായി ഇടം പിടിച്ച പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്തേക്കാണ്. മലയും പുഴയും കാറ്റും കരിമ്പനകളും പാടത്ത് നെൽച്ചെടികളും അതിന്റെ വരമ്പുകളിൽ തലയാട്ടുന്ന തെങ്ങുകളും പ്രകൃതി കണ്ണിനൊരുക്കിയ വിരുന്നാണ് കൊല്ലങ്കോടുകാർ. കാണാം. കൊല്ലങ്കോട് കുടിലിടം എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. പാലക്കാട് നിന്നും 27 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ദൂരം. ഇവിടെ 30 രൂപയാണ് ടിക്കറ്റ്. കയറുമ്പോൾ തന്നെ കുടിലുകളും ബെഞ്ചുകളും അത് മുളയും പനയോലകളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴയ കാലത്തിന്റെ പ്രൗഢിയാണ് വിളിച്ചോതുന്നത്. ഒരു കാളവണ്ടി, തോണി, താമരക്കുളം, ചവിട്ട് പമ്പ്, പിന്നെ പുതിയ തരം നെല്ലുവിത്തുകളുടെ ഉത്പാദനവും കൃഷിയും വിതരണവും, അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ നീളുന്നു. ഞാനൊരു കുതിരവണ്ടിയിൽ കയറി അല്പസമയം ഇരുന്നു. ചില സ്ഥലങ്ങളിൽ ഞാറ് നട്ട് മുള പൊന്തുന്നതേയുള്ളൂ. മറ്റു സ്ഥലങ്ങളിൽ മുള പൊട്ടിക്കഴിഞ്ഞു. അവ കുഞ്ഞിളം കാറ്റിൽ തലയാട്ടുന്നു. ഇവിടുത്തെ നെൽവയലുകളും വരമ്പും അതിനിടയിലൂടെയുള്ള നടത്തവും വളരെയധികം രസമുള്ളതാണ്. എന്നാൽ ഇത്രയും മനോഹരമല്ലെങ്കിലും ഒരു സമയത്ത് നമ്മുടെ നാടുകളിലും വയലുകളുണ്ടായിരുന്നു. വരമ്പിലൂടെ നമ്മൾ നടന്നിട്ടുണ്ടാവും. വയലുകളിൽ നമ്മൾ വാഴ നട്ടു, വാഴയുടെ ഇടയിൽ കങ്ങ് നട്ടു, ചാല് കീറി അവിടെ തെങ്ങ് നട്ടു, പിന്നെ അത് വീതം വെച്ച് വിറ്റ് കാശാക്കി. ഇപ്പോൾ നമ്മൾ വയല് കാണാനും വരമ്പിലൂടെ നടക്കാനും ടിക്കറ്റ് എടുക്കുന്നു, അല്ലേ? ഇവിടെ ധാരാളം കുടിലുകളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കുടിലിടം എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്ത് വൈകുന്നേരം വരെ ഈ കുടിലുകളിൽ ഇരുന്ന് വിശ്രമിക്കാം. ഇതാ ഒരു താമരക്കുളം. ചെറിയ കുളമാണ്, എന്നാലും സഞ്ചാരികൾക്കായി അതിന് മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നു. കൊല്ലങ്കോട്ടേക്ക് ശരിക്കും വരേണ്ടത് നെല്ലുകൾ കുല പൊന്നുന്ന സമയത്താണ്. അപ്പോഴായിരിക്കും ഇവിടുത്തെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുക. ഇപ്പോൾ എത്തിയിരിക്കുന്നത് നെല്ലിയാമ്പതി മലയുടെ അടിവാരത്തിലുള്ള ചുള്ളിയാർ ഡാമിന്റെ പ്രവേശന കവാടത്തിലാണ്. മുന്നിൽ ഒരു വലിയ ആൽമരം, ചുരുളിയാൽ എന്നാണ് ഇതിനെ പറയുന്നത്. അത്ര പേരുകേട്ട ഡാമല്ലിത്. എന്നാലും കുടിലെടുത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് 2 വഴിയുണ്ട്. മെയിൻ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് മുകളിലേക്കുള്ള വഴിയാണ് പോകുന്നത്. ഇതാണ് ചുള്ളിയാർ ഡാമിന്റെ ഉൾഭാഗം. ഗായത്രി പുഴയുടെ പോഷക നദിയായ ചുള്ളിയാർ നദിയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 1961 ഇതിന്റെ വർക്ക് തുടങ്ങി. 1970 പൂർണ്ണമായും ഇത് ഓപ്പൺ ചെയ്തു. വലതുഭാഗത്ത് കാണാനായി നിബിഡമായ മരങ്ങളുമാണ്. അത് കഴിഞ്ഞാൽ അതിലെ ഒരു റോഡ് പോകുന്നു. ധാരാളം ജലമുള്ള ഡാമാണ്. ഈ ജലം കൃഷിക്ക് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അടുത്തായി വലിയൊരു ചുരുളിയാലുണ്ട്. അതിന്റെ ചുവട്ടിൽ ആളുകൾക്ക് വിശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയിൽ താമരച്ചിറ എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെയും ഞാറ് നട്ട് മുള പൊട്ടുന്നതേയുള്ളൂ. എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. പച്ച പരവതാനി വിരിച്ച പോലെ നെല്ല് കിളിർത്ത് പൊന്തിയിരിക്കുന്നു. ഒരു സൈഡിൽ നെല്ലിയാമ്പതി മലയും മറ്റു ഭാഗങ്ങളിൽ ചെറിയ മലകളും ആയതുകൊണ്ടാവാം ഒരു കാലത്ത് ഇതൊരു ചിറയായിരുന്നിരിക്കാം. ഇവിടെ താമരപ്പൂക്കൾ വളർത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാവാം ഈ സ്ഥലത്തിന് താമരച്ചിറ എന്ന് പേര് വന്നത്.
പച്ചപ്പട്ടണിഞ്ഞ പാടശേഖരത്തിന്റെ നടുവിലെ വരമ്പിലൂടെ നടക്കുമ്പോൾ, നെൽച്ചെടികളുടെ തലയോടലേറ്റ് നറുമണം ആസ്വദിക്കുമ്പോൾ, മണ്ണിട്ട് നികത്തിയ നമ്മുടെ വയലുകളെ നമ്മൾ അറിയാതെ ഓർത്തുപോകും. എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ! ഇവിടെ സഞ്ചാരികൾക്ക് എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാം. മാമ്പൂവിന്റെ സുഗന്ധം വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവും. ഇതാ ഇവിടെ നിറയെ മാവിൻ തോട്ടങ്ങൾ. അങ്ങ് അകലെ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ. അവിടെ നിന്നുമാണ് സീതാർകുണ്ട് ഉത്ഭവിക്കുന്നത്. ഇവിടെ സീതാർകുണ്ട് ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം നമ്മളെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ ഒരു ഓഫീസും ഇവിടെയുണ്ട്. 30 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്ത് മലയുടെ മുകളിലേക്ക് നടക്കണം. വഴിയത്ര സുഗമമല്ല. വളരെയധികം സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. ആദ്യം കാണുന്ന കുണ്ട് ഇതാണ്. ഈ കുണ്ടിൽ എപ്പോഴും സെക്യൂരിറ്റി ഉണ്ട്. 18 പേർ ഈ കുണ്ടിൽ വീണ് മരിച്ചിട്ടുണ്ട് എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. ഇവിടെ ഇറങ്ങാൻ അനുവാദമില്ല. കാടിന്റെ നടുവിലൂടെയാണ് യാത്ര. അത് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ശ്രീരാമന്റെ വനവാസകാലത്ത് സീതാദേവി ഈ തീർത്ഥത്തിൽ കുളിച്ചുവെന്നും അങ്ങനെ ഈ സ്ഥലം സീതാർകുണ്ടായി എന്നും പറയപ്പെടുന്നു. വളരെയധികം അപ്പടം പിടിച്ച സ്ഥലമാണ്. ഇറങ്ങാനും കയറാനും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും കുട്ടികൾ ഈ കുണ്ടിൽ കുളിച്ച് രസിക്കുന്നു. പാലക്കാടിന്റെ മുദ്രയാണല്ലോ കരിമ്പനകൾ. ചിങ്ങഞ്ചിറയിലേക്കുള്ള യാത്രയിൽ ഇവിടെ നിന്നും ഒരു ചായയും കടിയും കഴിച്ച് നേരെ ചിങ്ങഞ്ചിറയിലേക്ക്. പക്ഷേ വഴിതെറ്റി പോയത് നെല്ലിയാമ്പതി മലയുടെ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിലാണ്. ഇതാണ് ചിങ്ങഞ്ചിറ. ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആൽമരമാണ്. അതിന്റെ വലിയ ശാഖകൾ നീണ്ടുപോയി അതിനെ താങ്ങി നിർത്താനായി വേരുകൾ താഴോട്ടിറങ്ങും. ആ വേരുകളിലൂടെ മറ്റൊരു ആൽമരമായി രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ എത്ര മരങ്ങളുണ്ട് എന്ന് നിശ്ചയിക്കാൻ തന്നെ പ്രയാസമാണ്. ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ തോന്നും. ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ച് മരച്ചോട്ടിലെ തിണ്ണകളിൽ ഇരിക്കാം. ഇവിടെ വീടിന്റെ രൂപം കിട്ടിയാൽ വീടില്ലാത്തവർക്ക് വീടുണ്ടാവും എന്നാണ് വിശ്വാസം. ശ്രീകോവിലില്ലാത്ത ക്ഷേത്രമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും വന്നു തൊഴാം. ഈ ആൽമരത്തിന്റെ ചുവട്ടിലാണ് പ്രതിഷ്ഠ. മരച്ചോട്ടിലെ ഇരുത്തികളിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. ഒരു സൈഡിലെ ചിങ്ങഞ്ചിറയാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്. എന്നാലും തണുത്ത കാറ്റും ശുദ്ധമായ ഓക്സിജനും കൂടി ആകുമ്പോൾ വല്ലാത്തൊരു ആംബിയറാണ്. കറുപ്പുസ്വാമിയുടെ മുന്നിൽ നിറദീപം എരിയുന്നു. കവർന്നു കൊണ്ടുപോകാൻ വിലപിടിച്ച വിഗ്രഹമോ സ്വർണപ്പതക്കങ്ങളോ ആടയാഭരണങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാമി സ്വതന്ത്രനാണ്. ശ്രീകോവിലുകളില്ലാത്ത ക്ഷേത്രങ്ങളാണ് എന്നും നല്ലത്. ദൈവങ്ങളെ ഇതേപോലെ യഥേഷ്ടം തുറന്നു വെക്കണം. അപ്പോൾ മാത്രമേ ദൈവങ്ങൾ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലൂ. കൊട്ടിയടച്ച ശ്രീകോവിലിന് മുന്നിൽ കാണിക്കയും കൊള്ളയടിച്ച പണവും മാത്രമേ ഉണ്ടാവൂ. ഈ ആൽമരങ്ങൾക്ക് എത്ര കൊല്ലം പഴക്കമുണ്ടെന്നോ ആരാണിതിവിടെ നട്ടു വളർത്തിയതെന്നോ രേഖകളൊന്നുമില്ല. എന്നാൽ പല പല സിനിമകൾക്ക് ഈ സ്ഥലം വേദിയായിട്ടുണ്ട്.
നമ്മളിപ്പോൾ വാമലയിലാണ്. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പല്ലശനയിലെ ശ്രീ കരുവോട്ട് വാമല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇതൊരു കുന്നിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലങ്കോട് നിന്നും 20 കിലോമീറ്റർ ദൂരമാണ് വാമലയിലേക്ക്. ഈ കുന്നിന് മുകളിൽ നിന്നും 4 ഭാഗത്തേക്കും ഉള്ള കാഴ്ച വളരെയധികം രസമാണ്. ഇവിടെ ഇരുന്നാൽ സമയം പോകുന്നതറിയില്ല. കുഞ്ഞിരാമായണം, ഹൃദയം, അങ്ങനെ ഇവിടെയും സിനിമാ പ്രേമികളുടെ ഇഷ്ട ലൊക്കേഷനാണ്. ഇവിടെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. പല്ലശന പഞ്ചായത്തിലെ കുടിവെള്ളം എത്തിക്കുന്നതാണ് ഇതിന്റെ ദൗത്യം. കൃഷിക്കാവശ്യമായ ജലം മലമ്പുഴ ഡാമിൽ നിന്നാണ് വരുന്നത്. നെല്ലിയാമ്പതി മലയുടെ താഴ്വാരമാണ് ഈ സ്ഥലമെങ്കിലും ഇവിടെ ചെറിയ കുന്നുകളൊക്കെയുണ്ട്. എന്നാൽ അതൊന്നും വാമലയുടെ അത്ര വലുതല്ല. ഇതാണ് ഹൃദയം സിനിമയിലെ അരളിമരം. ഇതിന്റെ ചുവട്ടിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. നെല്ലിയാമ്പതി മലയാണ് അങ്ങ് ദൂരെ. അതിന് താഴെ നിറയെ കൃഷിസ്ഥലമാണ്. നമ്മൾ വന്ന വഴി അതിലെയാണ്. ഈ പാറപ്പുറത്ത് ഹനുമാന്റെ കാല് പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലം ഇതാണ്. ഒരു ദിവസത്തെ ആയുസ് കുറഞ്ഞിരിക്കുന്നു. സമയം അസ്തമിക്കാനായി. കരിമ്പനക്കാടുകൾക്ക് മേലെ നെല്ലിയാമ്പതി കുന്നിന് മുകളിൽ സൂര്യൻ തന്റെ ചെങ്കതിർ വിതറി 7 വർണ്ണങ്ങൾ കൂട്ടിയ തന്റെ രഥത്തിൽ സ്വർണ്ണച്ചാമ്പരം വീശി പോകാനായി വരുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാനായി നമുക്ക് പിരിയാം. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.